നമഃ ശിവായ. ഇനി പറയാൻ പോകുന്നത് മഹാദേവന്റെ ആന താണ്ഡവ നൃത്തത്തെപ്പറ്റിയാണ്. നമ്മൾ ചിദംബരത്തെ നടരാജ നൃത്തത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതിന് കാരണമായത് ദാരുവനത്തിലെ ഇനി പറയാൻ പോകുന്ന നൃത്തമാണ്. ഒരിക്കൽ ദാരുവനത്തിൽ വസിച്ചിരുന്ന മഹർഷിമാർ തങ്ങളുടെ മന്ത്രശക്തിയിലും അനുഷ്ഠാനങ്ങളിലും അമിതമായി അഹങ്കരിച്ചു. ഭഗവാനേക്കാൾ വലുത് തങ്ങളുടെ കർമ്മങ്ങളാണെന്നും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് തങ്ങളുടെ യാഗങ്ങളാണെന്നും അവർ വിശ്വസിച്ചു. അവരുടെ ഈ മിഥ്യാധാരണ മാറ്റാൻ മഹാദേവൻ ഒരു ഭിക്ഷാടനമൂർത്തിയുടെ വേഷത്തിൽ വനത്തിലെത്തി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മുനിമാരുടെയും അവരുടെ പത്നിമാരുടെയും മനസ്സിനെ ഇളക്കിമറിച്ചു. തങ്ങളുടെ തപസ് തകരുന്നതറിഞ്ഞ ഋഷിമാർ കോപിഷ്ഠരായി. അഹങ്കാരം മൂടിയ മനസ്സോടുകൂടിയ ഋഷിമാർക്ക് മഹാദേവനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. തപശക്തിയുടെ അഹങ്കാരത്താൽ ഉന്മത്തരായ മഹർഷിമാർ ആ ഭിക്ഷുവിനെ ഭയപ്പെടുത്തി ഓടിക്കാനും തങ്ങളുടെ തപശക്തി കാണിച്ചു കൊടുക്കാനും വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി തങ്ങളുടെ മന്ത്രശക്തി ദുരുപയോഗം ചെയ്യാനും തുടങ്ങി. പുലിയുടെ പരീക്ഷ, അതായത് അഹങ്കാരത്തിന്റെ രൂപത്തിന്റെ സൃഷ്ടി. ഋഷിമാർ ആദ്യം മന്ത്രശക്തിയാൽ ഒരു വലിയ പുലിയെ സൃഷ്ടിച്ചു ഭിക്ഷുവിനെ ആക്രമിക്കാൻ വിട്ടു. എന്നാൽ ഭിക്ഷു ശാന്തമായി നിന്ന് മന്ത്രവിദ്യ തരണം ചെയ്ത് പുലിയുടെ തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി ധരിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അഹങ്കാരം നശിപ്പിക്കേണ്ടതല്ല, അത് നിയന്ത്രണത്തിലാക്കണം. എന്നാൽ ഉന്നതി ലഭിക്കും. വിഷപ്പാമ്പുകളുടെ പരീക്ഷ, അതായത് ഭയത്തിന്റെ സൃഷ്ടി. പുലി മന്ത്രം പരാജയപ്പെട്ടപ്പോൾ ഋഷിമാർ വിഷമുള്ള പാമ്പുകളെ സൃഷ്ടിച്ചു ഭിക്ഷുവിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചു. എന്നാൽ ഭയപ്പെടുന്നതിനു പകരം അവയെ ആഭരണങ്ങളായി ധരിച്ചു. മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഭയം നിന്നെ കീഴടക്കാതിരിക്കട്ടെ, നീ അതിനെ നിയന്ത്രിക്കുമ്പോൾ അത് നിന്റെ ശക്തിയാകും. മുയലകന്റെ പരീക്ഷ, അതായത് അജ്ഞതയുടെ സൃഷ്ടി. അവസാനമായി അവർ മുയലകൻ എന്ന അസുരനെ സൃഷ്ടിച്ചു ഭിക്ഷുവിനെ നേരിടാൻ വിട്ടു. എന്നാൽ ഭിക്ഷു അവനെ കാൽക്കീഴിൽ ചവിട്ടി അവന്റെ മുകളിൽ നിന്ന് ആനന്ദതാണ്ഡവം ആരംഭിച്ചു. മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ജ്ഞാനം അജ്ഞതയെ കീഴടക്കുന്ന നിമിഷത്തിലാണ് ആത്മീയ നൃത്തം തുടങ്ങുന്നത്. ഋഷിമാർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവർ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. അഹങ്കാരം പൂർണ്ണമായി അകന്നു. ഈ 3 പരീക്ഷകളും പറയുന്ന സത്യം ഇതാണ്. പുലി എന്നത് അഹങ്കാരത്തിന്റെ പ്രതീകവും പാമ്പുകൾ ഭയത്തിന്റെയും മുയലകൻ അജ്ഞതയും ആണ് സൂചിപ്പിക്കുന്നത്. മഹാദേവൻ ഇവയെ കീഴടക്കിയത് യുദ്ധം ചെയ്യാൻ അല്ല, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ്.